ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് ആയി. ഇത് രാവിലെ എൻ്റെ അമ്മാച്ചൻ്റെ രാമപുരത്ത് അമ്മാച്ചൻ്റെ വീട്ടിൽ എൻഗേജ്മെൻറ്റിന് പോയതാണ്. എല്ലാവരും പ്രാർത്ഥിച്ചിറങ്ങാൻ പോവാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും നിൽക്കുമ്പോഴാണ് ചെല്ലുന്നത്. ഇതാണ് അവരുടെ വീട്. രാമപുരത്ത് പോകുന്ന വഴിക്ക് റോഡ് സൈഡിലിരിക്കുന്ന പിന്നെ ചക്കാമ്പുഴ പള്ളിക്ക് മുമ്പായിട്ട് റോഡ് സൈഡിലിരിക്കുന്ന വീട്. തയ്യക്കടയും ഫർണിച്ചർ ഷോപ്പും ഒക്കെ അവർക്ക്. വേണ്ട പള്ളി കാത്തലിക്സാണ് ഞങ്ങളെ, അമ്മ വീട്ടുകാരും അപ്പം വീട്ടുകാരെല്ലാം. അപ്പം ചർച്ചിൽ കുർബാനയെല്ലാം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലോട്ട് പോവുക. ഓഡിറ്റോറിയത്തിൽ വന്നു. പിന്നെ അന്നേരം പുതിയൊരു പരിപാടിയാണല്ലോ, ഡാൻസ്. ഇത് ഞങ്ങളുടെ തന്നെ വീട്ടിലെ പിള്ളേരാണ്. അടിപൊളി. അങ്കമാലിയിലെ എൻഗേജ്മെൻറ്റിന് അടിപൊളി. ഞങ്ങളുടെ കുടുംബത്തെ പിള്ളേർ തന്നെയായിരുന്നു. ഇത് വാടകയ്ക്ക് എടുത്തു, കാശിനേ ഉള്ളൂ. അല്ലേ, എനിക്ക് ദേഷ്യം വന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആഷറിനാരനെ വിളിച്ചുകൊണ്ട് എളുപ്പം വന്നു. അപ്പം പോകുന്ന വഴിക്ക് പിന്നെ ആഷർ കാരണം ഭയങ്കര മസിൽ പിടുത്തായിരുന്നു. ഇല്ലിക്കക്കല്ലിൽ പോകണം. ഇല്ലിക്കക്കല്ലൊക്കെ എത്ര പ്രാവശ്യം പോയിട്ടുള്ളതാണെന്നറിയാം. എനിക്കാണെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാതെ ഒരിടത്തും പോകാൻ പേടി. ഇതുങ്ങളെയും കൊണ്ട് പോയാൽ ഒന്നാമത് അനുസരിക്കുകയല്ലോ, ഉള്ള പാറപ്പുറത്തും അവിടെ ഇവിടെ എല്ലാം കയറും. എനിക്കത് കാരണം ചങ്കി തീയ ഒന്ന് ഓർത്ത് നോക്കി. ഇല്ലിക്കക്കല്ലിൽ പോയിട്ടുള്ളവർക്കറിയാം, ഭയങ്കര റിസ്ക്കാണ്. പിന്നെ എന്തായാലും ഏറ്റവും മേളിലോട്ട് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കയറ്റി വിട്ടില്ല. സ്റ്റോപ്പെന്ന് എഴുതി വെച്ചിരിക്കുന്നതോടായപ്പോഴത്തേക്കിനും അങ്ങ് നിർത്തിച്ചു. കാരണം മഴ ഭയങ്കര ഇങ്ങനെ ഇടിയും മിന്നലും ഭയങ്കര കാറും ഒക്കെ ആയിട്ട്, മഴക്കാറൊക്കെ ആയിട്ട്. അന്നേരം മേളി ഭയങ്കര ഏറ്റവും ഭയങ്കര ടോപ്പല്ലേ. അപ്പോൾ അവിടെ ഇടിമിന്നലിന് സാധ്യതയുള്ളതുകൊണ്ട് അവരെന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതിന് 5 മിനിറ്റ് മുമ്പ് സ്റ്റോപ്പ് ചെയ്യിച്ച് ടിക്കറ്റൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. ജീപ്പാണ് പിന്നെ അങ്ങോട്ട് മേളിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ജീപ്പെല്ലാം അവിടെ തിരിച്ച് പോയവർ തന്നെ പകുതി വഴി വെച്ച് തിരിച്ചു വന്ന് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടു. അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഈ സ്റ്റോപ്പെന്ന് എഴുതിയെടുത്ത് എല്ലാവരും നിന്ന് അവിടം വരെ കണ്ടോണം. അത് തന്നെ ഉണ്ട്, നല്ലതായിട്ട് മലയും കാര്യങ്ങളും കണ്ടതൊക്കെ കണ്ടോ, എല്ലാം കാണും. ഇവിടെ ഒരു കടയുണ്ട്, അവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും ഒന്ന് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. പിന്നെ മേളിലോട്ട് കയറാഞ്ഞത് നന്നായി, ഭാഗ്യം. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാർ അവിടെ പോയി എന്തേലും ഒപ്പിച്ച് വെച്ചാൽ എൻ്റെ പൊന്നോ, ഞാൻ എല്ലാവരോടും സമാധാനം പറയണ്ടേ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒന്ന് എൻജോയ് ചെയ്തൊക്കെ ഞങ്ങൾ 7 മണിയായപ്പം വീട്ടിൽ വന്നു. നല്ല ഒന്നാന്തരം നാടൻ മാങ്ങാപ്പഴം കിട്ടി. എന്തായാലും ഇപ്പം ഇനി കിടക്കാൻ പോകും. ഓക്കെ, ബൈ.